അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 83-ാമത്തെ ആയത്തിൻ്റെ 9-ാമത്തെ ക്ലാസ്സാണ് ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ ആയത്തിൻ്റെ പഠനം ഇവിടെ അവസാനിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞ കാര്യമായും നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഈ 83-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ് അഖദ്നാ മീസാഖ ബനീ ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളുടെ ഉറപ്പ് നാം വാങ്ങിയ സന്ദർഭം. ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അല്ലാഹുവെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാനം വദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ, മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും നിങ്ങൾ നന്മ ചെയ്യണം. വഖൂലൂ ലിന്നാസി ഹുസ്നാ, നിങ്ങൾ മനുഷ്യരോട് നല്ലത് പറയണം. വഖീമുസ് സ്വലാത്ത വഅതുസ് സകാത്ത്, നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യണം. സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലം മിൻകും വഅൻതും മുഅ്രിദൂൻ, പിന്നീട് നിങ്ങളിൽ അല്പം ആളുകൾ ഒഴികെ മറ്റെല്ലാവരും പിന്മാറിക്കളഞ്ഞു, നിങ്ങളാകട്ടെ തിരിഞ്ഞു കളയുന്നവരുമാകുന്നു. ഇവിടെ സഹോദരങ്ങളെ, ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള ശരീഅത്തിലും അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ദീനിന്റെ അടിസ്ഥാന മത നിയമങ്ങളാണ് ഇസ്രായേൽ ജനതക്ക് അള്ളാഹു നൽകിയ കൽപ്പനയായിക്കൊണ്ട് ഈ ആയത്തിലൂടെ എടുത്തു പറയുന്നത്. ഇവിടെ പറഞ്ഞ ഈ കൽപ്പനകൾ അത് ഏത് കാലഘട്ടത്തിലായാലും ഏത് സ്ഥലത്ത് ജീവിക്കുന്നവരായാലും ഈ കൽപ്പനകളിൽ പൊതുവായ നന്മ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ വിഷയങ്ങൾ ഒരിക്കലും ഏതെങ്കിലും ഒരു ശരീഅത്തിൽ ദുർബലപ്പെടുത്തേണ്ട വിധിയല്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ്. മതത്തിന്റെ അടിസ്ഥാന നിയമം എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരിലൂടെയും കൽപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവെ ആരാധിക്കണം, നിങ്ങൾ അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു വിഷയമാണ്. അതിനെ തുടർന്ന് ഈ പ്രവാചകന്മാർ അവരുടെ സമുദായത്തിന് അവരുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കുമൊക്കെ നന്മ ചെയ്യണമെന്ന് പഠിപ്പിച്ചു. അതും അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയായിക്കൊണ്ടാണ് ഈ വിഷയമൊക്കെ അവരുടെ സമുദായത്തിന് പഠിപ്പിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഈ കരാറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ ജനതയിൽ സംഭവിച്ചത് എന്താ? അള്ളാഹുവിനെയും അവരിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാരെയും വേണ്ട രൂപത്തിൽ അനുസരിക്കാത്തത് കൊണ്ട്, അള്ളാഹുവിൻ്റെ മതനിയമങ്ങൾക്ക് വേണ്ട രൂപത്തിലുള്ള പരിഗണന നൽകാത്തത് കൊണ്ട്, അവരുടെ വികൃതമായ മനസ്സിന്റെ കാഠിന്യം കാരണം ഈ ഇസ്രായേൽ ജനത ചെയ്തതെന്താ? അവരോട് കൽപ്പിക്കപ്പെട്ട എല്ലാ വിഷയത്തിലും അവർ ധിക്കാരം കാണിച്ചു എന്നാണ്. അതാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞത്, സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലം മിൻകും വഅൻതും മുഅ്രിദൂൻ, പിന്നീട് നിങ്ങളിൽ അല്പം ആളുകൾ ഒഴികെ മറ്റെല്ലാവരും പിന്മാറിക്കളഞ്ഞു, നിങ്ങളാകട്ടെ തിരിഞ്ഞു കളയുന്നവരുമാകുന്നു എന്ന്. സഹോദരങ്ങളെ, വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ കൽപ്പനകൾ ബുദ്ധിയും വിവേകവും ഉൾക്കാഴ്ചയുമുള്ള ഒരു വ്യക്തിക്ക് അല്ലാഹു ഈ നിയമങ്ങളിലൂടെ നൽകിയ നന്മ തിരിച്ചറിയാൻ വേണ്ടി കഴിയും. അല്ലാഹു അവന്റെ അടിമകളോട് ചെയ്ത വലിയ നന്മകളാണ് ഇത്തരം കൽപ്പനകളിലൂടെ ജനങ്ങൾ ഈ നന്മ സ്വീകരിക്കാനുള്ള പ്രേരണ പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഇത് അല്ലാഹു മനുഷ്യരുടെ മേൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ മേൽ നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ് സഹോദരങ്ങളെ ഈ കൽപ്പനകളൊക്കെ. പക്ഷേ ഭൂരിപക്ഷം വരുന്ന ഇസ്രായേൽ ജനതയും ഈ കരാറുകളിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. അവർ അല്ലാഹുവിൻ്റെ ഈ കൽപ്പനകളെ അവഗണിക്കുകയാണ് ചെയ്തത്. എന്നാൽ അവരിൽ നിന്ന് ചെറിയ ഒരു വിഭാഗം ആളുകൾ അവർ അള്ളാഹുവിനെയും പ്രവാചകന്മാരെയും അനുസരിക്കുകയും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
ഇവിടെ സഹോദരങ്ങളെ, നമുക്ക് ഇസ്രായേൽ ജനതയുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്ന ഈ ഒരു ആയത്ത്, അത് നമുക്ക് നൽകുന്ന പാഠം എന്താണ് സഹോദരങ്ങളെ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന വിഷയത്തിൽ തുടങ്ങി മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും നന്മ ചെയ്യണമെന്ന വിഷയവും, അതുപോലെ മനുഷ്യരോട് നല്ലത് പറയാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയും, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുവാനും സകാത്ത് നൽകുവാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന, ഇവിടെയൊക്കെ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ നിലപാടുകൾ എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വളരെ പ്രാധാന്യത്തോടുകൂടി അള്ളാഹു നമ്മുടെ മേൽ ബാധ്യതയായി പഠിപ്പിച്ച വിഷയങ്ങളാണ് നമ്മൾ ഈ ആയത്തിലൂടെ പഠിച്ച ഓരോ സംഗതികളും. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാമയിലൂടെ അള്ളാഹു ഇസ്രായേൽ ജനതയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം നിയമമാക്കിയപ്പോൾ അവരിൽ അല്പം ആളുകൾ ഒഴികെ മറ്റെല്ലാവരും പിന്മാറിക്കളഞ്ഞു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ അവസ്ഥ ഈ രൂപത്തിലാണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ട വിഷയങ്ങളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരിയായ നിലക്ക് അടിയുറച്ചു നിൽക്കുവാനും അള്ളാഹുവിന്റെ പ്രീതി നമുക്കെല്ലാം ലഭിക്കുവാനും മേലായ റബ്ബ് നമ്മെ തുണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 83-ാമത്തെ ആയത്തിന്റെ വിശദീകരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി സഹോദരങ്ങളെ, നമുക്ക് ഈ 83-ാമത്തെ ആയത്തിന്റെ പാരായണം അത് തജ്വീദോടുകൂടി നിർവഹിക്കുവാനുള്ളതാണ്, പഠിക്കാനുള്ളത്. അതിനായി ഷേഖ് യാസിർ ബിൻ ഹംസ ഹഫിദുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ആ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം എന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.